ജമ്മു കശ്മീർ സംസ്ഥാനമായി നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ആ സംസ്ഥാനത്തിന് ചില പ്രത്യേക പദവികളുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ 370 അനുച്ഛേദവും അതിനോട് ചേർന്ന ആർട്ടിക്കിൾ 35A ഈ പദവികളുടെ ഭരണഘടനാ പരിരക്ഷ. എന്നാൽ 2019 മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ തങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ ഒരിക്കലും നടക്കാത്തത് എന്ന് കരുതിപ്പോന്ന പ്രത്യേക പദവികളെല്ലാം റദ്ദാക്കി കളഞ്ഞു. ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ പരമോന്നത കോടതിയും ആ നടപടികൾ ശരിവെച്ചു. എന്നാൽ ജമ്മു കശ്മീർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അംഗീകാരമില്ലാതെ 370 അനുച്ഛേദം റദ്ദാക്കുക അസംഭവ്യമായിരുന്നു. പക്ഷേ 1957 തന്നെ അതേ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പിരിച്ചുവിട്ടിരുന്നു. എന്നിട്ടും അവരെങ്ങനെ ആ തീരുമാനം നടപ്പിലാക്കി? ഈ പദ്ധതിക്ക് പിന്നിലെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ലക്ഷ്യങ്ങൾ എന്താണ്? എന്തെല്ലാമാണ് കശ്മീരിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. വലിയ കണക്കുകളോ ബുദ്ധിമുട്ടേറിയ ചരിത്രങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഈ വിഷയം വളരെ എളുപ്പത്തിൽ ഇന്ന് മനസ്സിലാക്കാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കൂ. നമുക്ക് നേരെ ചരിത്രത്തിലേക്ക് പോവാം. നിങ്ങൾ ഈ ചിത്രം നോക്കൂ. ഇതാണ് നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ച ജമ്മു കശ്മീരിൻ്റെ മാപ്പ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്രയും സ്ഥലങ്ങൾ ഇന്ത്യയുടെ കയ്യിൽ തന്നെയാണോ? ആണെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി രാജ്യമാണല്ലോ അഫ്ഗാനിസ്ഥാൻ. പലപ്പോഴും പരീക്ഷകൾക്ക് ചോദ്യമായിട്ട് വരാറുണ്ട്, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതെല്ലാമാണ്? അതിൽ അഫ്ഗാനിസ്ഥാൻ എന്നത് ഒരു ഉത്തരം തന്നെയാണ്. എന്നാൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നമുക്ക് വെറുതെ നടന്നു പോയിട്ട് അത് കാണാൻ വേണ്ടി പറ്റുമോ? സുരക്ഷ കൊണ്ടൊന്നുമല്ല, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു നമുക്ക് പോയി കാണാൻ പറ്റുമോ? പറ്റാൻ സാധ്യത കുറവാണ്. എന്താണ്? ആ ഭാഗങ്ങളൊന്നും തന്നെ ഇന്ത്യയുടെ കൈവശത്തിലല്ല ഇപ്പോഴുള്ളത്. അതെല്ലാം പാകിസ്ഥാൻ അനധികൃതമായിട്ട് കയ്യേറിയ സ്ഥലത്താണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ജമ്മു കശ്മീരിൻ്റെ മാപ്പിലെ ഈ സ്ഥലം നോക്കൂ. ഇതാണ് ആസാദ് കാശ്മീർ എന്ന് പാകിസ്ഥാൻ വിളിക്കുന്ന സ്ഥലം. അതായത് ഇന്ത്യയുടെ സ്ഥലം പാകിസ്ഥാൻ കയ്യേറിയതാണ്. അതുപോലെ ഗിൽഗിത്ത് ബാൾട്ടിസ്ഥാൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ സ്ഥലവും ഇപ്പോൾ ഇന്ത്യയുടെ കൈവശത്തല്ല, പാകിസ്ഥാന്റെ കൈവശത്താണ്. ഈ രണ്ട് സ്ഥലങ്ങളെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പാക് ഒക്യുപ്പൈഡ് കാശ്മീർ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇല്ലീഗലി ഒക്യുപ്പൈഡ് കാശ്മീർ എന്നും പറയാറുണ്ട്. ജമ്മു കശ്മീരിൻ്റെ ആകെ വിസ്തൃതിയിൽ ഏതാണ്ട് 30% സ്ഥലങ്ങളും ഇപ്പോൾ പാകിസ്ഥാൻ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ ഏതാണ്ട് 15% ചൈന കൈവശപ്പെടുത്തിയ സ്ഥലങ്ങളാണ്. ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടോ? ഈ ഭാഗം വാസ്തവത്തിൽ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ സ്ഥലമായിരുന്നു. എന്നാൽ ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് ഈ സ്ഥലം പാകിസ്ഥാൻ ചൈനയ്ക്ക് ഇഷ്ടദാനം കൊടുത്തു. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടേതായിട്ടുള്ള സ്ഥലം പാകിസ്ഥാൻ കൈവശപ്പെടുത്തി അത് ചൈനയ്ക്ക് ഇഷ്ടദാനം കൊടുത്തു. അതേ യുദ്ധത്തിൽ തന്നെ ചൈന ഇന്ത്യയുടെ കുറച്ചധികം മേഖലകൾ തന്നെ പിടിച്ചെടുത്തിരുന്നു. ആ മേഖലകൾ അറിയപ്പെടുന്നത് ചൈനീസ് ഒക്യുപ്പൈഡ് കാശ്മീർ എന്നാണ്. അക്സൈ ചിൻ എന്ന ഈ മേഖല അതിനൊരു ഉദാഹരണമാണ്. അതായത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ജമ്മു കശ്മീരിൻ്റെ മാപ്പിലെ 55% മാത്രമാണ് ഇന്ത്യയുടെ കൈവശത്തിൽ ഇപ്പോഴും ഉള്ളത്. ഇത് പറയുന്നത് രാജ്യദ്രോഹമൊന്നുമല്ല, ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ, ഇന്ത്യക്കാർ തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ചൈന കൈവശപ്പെടുത്തിയ ഇന്ത്യയുടെ ഭാഗങ്ങൾ ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ചൈന പിടിച്ചെടുത്തതാണ് എന്ന കാര്യം നമുക്കറിയാം. എന്നാൽ പാകിസ്ഥാൻ്റെ കൈവശത്ത് എങ്ങനെയാണ് ഇത്രത്തോളം സ്ഥലങ്ങൾ എത്തിച്ചേർന്നത്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കും പാകിസ്ഥാനും ഏതാണ്ട് ഒരേ സമയത്താണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന ഭൂപ്രദേശങ്ങൾ ഒന്നിച്ചാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ആ ഒരു സമയമല്ലേ? അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു, നാട്ടുരാജ്യങ്ങൾ. ജമ്മു കശ്മീരും ഒരു നാട്ടുരാജ്യം തന്നെയായിരുന്നു. അപ്പോൾ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നുകിൽ സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കൂടെ ചേരാം, അതുമല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടെ ചേരാനുള്ള തീരുമാനമെടുക്കാൻ പറ്റുന്നതാണ്. നിരവധി രാജ്യങ്ങൾ, ഇന്ത്യക്കകത്തുണ്ടായിരുന്ന നിരവധി നാട്ടുരാജ്യങ്ങളുമായിട്ട് സംസാരിച്ച് അവയെല്ലാം ഇന്ത്യയുടെ പക്ഷത്ത് ചേർത്ത് നിർത്താൻ ഇന്ത്യൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നുണ്ട്. ഇനി കശ്മീരിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഭരിച്ചിരുന്നത് മഹാരാജ ഹരിസിംഗ് എന്ന ഹിന്ദു രാജാവായിരുന്നു. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഈ പാകിസ്ഥാൻ വിഭജിച്ച സമയത്ത് എത്ര നിഷേധിച്ചാലും എത്ര ഇല്ല എന്ന് പറഞ്ഞാലും മതത്തിൻ്റെ പേരിൽ തന്നെയാണ് രണ്ട് രാജ്യങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ മുസ്ലിം ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ആ ഒരു സ്ഥലത്തിന് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനോട് അടുത്തും കിടക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ കൂടെ ചേരണം എന്നതായിരിക്കും ആഗ്രഹം. എന്നാൽ ആ നാട്ടുരാജ്യം ഭരിക്കുന്നത് ആരാണ്? മഹാരാജ ഹരിസിംഗ് ആണ്. എന്നാൽ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും കൂടെ ചേരാതെ സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കാനുള്ള തീരുമാനം അദ്ദേഹം ഏറ്റെടുത്തു. പക്ഷേ പാകിസ്ഥാനും ഇന്ത്യക്കും ഭൂമിയുടെ ആവശ്യമുണ്ടല്ലോ. ഇതേ സമയം പാകിസ്ഥാൻ ഒരു കാര്യം ചെയ്യുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പാകിസ്ഥാനി പഠാനി പഷ്തൂൺ ഗോത്രവർഗ്ഗമില്ലേ, അവരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു യുദ്ധം നടത്തുകയാണ്. പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധമായിരുന്നില്ല. ഇത്തരത്തിലൊരു യുദ്ധം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രാജാവിന് ഭയം ഉണ്ടാവും. തൻ്റെ രാജ്യത്തെ ജനങ്ങളെല്ലാം തനിക്ക് നേരെ തിരിയുമെന്നും തൻ്റെ രാജ്യം തന്നെ നഷ്ടപ്പെടുമെന്നുള്ള
ഭയം ഉണ്ടാവും. ഈ ഭയത്തെ തുടർന്ന് ഇന്ത്യയോട് മഹാരാജാ ഹരിസിംഗ് സഹായം ചോദിക്കുകയാണ്. എന്നാൽ ഇന്ത്യ അന്ന് മുന്നോട്ട് വെച്ചത് ഇന്ത്യയുടെ ഭാഗമാവുകയാണെങ്കിൽ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് പ്രശ്നമുണ്ടാക്കുന്ന ആളുകളെ തുരത്തി ഓടിക്കാൻ ഞങ്ങൾക്ക് പറ്റും, പക്ഷേ കൃത്യമായിട്ടുള്ള എഗ്രിമെൻ്റ് ഒപ്പിടേണ്ടതാണ്. മഹാരാജാവ് സമ്മതിക്കുകയാണ്. അങ്ങനെ 1947 ഒക്ടോബർ മാസം 26 ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ എന്നറിയപ്പെടുന്ന എഗ്രിമെൻറ്റിൽ മഹാരാജാ ഹരിസിംഗ് ഒപ്പുവെക്കുന്നു. ഇതോടെ എന്ത് സംഭവിച്ചു? ജമ്മു കശ്മീർ എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ് അല്ലെങ്കിൽ നാട്ടുരാജ്യം ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറി. മറ്റെല്ലാ നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യയുടെ ഭാഗമാക്കി ചേർത്ത അതേപോലുള്ള എഗ്രിമെൻറ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് ജമ്മു കശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുന്നത്. അല്ലാതെ പിൽക്കാലത്ത് സ്വതന്ത്ര രാജ്യമാക്കി മാറ്റാമെന്ന എഗ്രിമെൻ്റ് ഒന്നും തന്നെ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തിന് നേരെയല്ലേ പാകിസ്ഥാനിൽ നിന്നും ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പട്ടാളമടക്കം സ്വാഭാവികമായിട്ടും തങ്ങളുടെ രാജ്യത്തിന് നേരെ നടക്കുന്ന ആക്രമണത്തിനെതിരെ പടപൊരുതാണ്. പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധം നടക്കുകയാണ്. ഒന്നാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നാണ് ആ യുദ്ധം അറിയപ്പെട്ടത്. എന്നാൽ കുറേ കാലം ഇതിനെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം ഇത് ഇൻ്റർനാഷണൽ തലത്തിൽ ഉയർത്തിക്കാട്ടുകയാണ്. ഈ പ്രശ്നം UN അവതരിപ്പിക്കുന്നു. അപ്പോൾ UN സ്വാഭാവികമായിട്ടും വെടിനിർത്തൽ വേണം എന്ന ആവശ്യം ഉന്നയിക്കുകയാണ്. രണ്ട് രാജ്യങ്ങളും അത് അംഗീകരിക്കുന്നു. അതായത് യുദ്ധം അവിടെ അവസാനിക്കുന്നു. എന്നാൽ ഇന്ത്യക്കാർ കുറച്ച് മുന്നോട്ട് പോയിട്ട് പിടിച്ചെടുത്ത ലാൻഡില്ലേ, ആ ലാൻഡ് മാത്രമാണ് ഇന്ത്യയുടെ കൈവശത്തുള്ളത്. അതേസമയം പാകിസ്ഥാൻ കയ്യേറി വന്ന ഭൂപ്രദേശമല്ലേ, ആ ഭൂപ്രദേശം പാകിസ്ഥാൻ്റെ കൈവശത്തുമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്ക് ഉടനെ തന്നെ ഒരു ഭരണഘടന ഇല്ലായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. ഭരണഘടന എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. 1949 ഒക്ടോബർ മാസം 17 അങ്ങനെ കശ്മീരിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാണല്ലോ, അതെന്താണ് ചെയ്യുക എന്ന ആശയത്തിൽ ആർട്ടിക്കിൾ 370 എഴുതി ചേർക്കുകയാണ്. 1950 ജനുവരി മാസം 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നത്. അത്തരത്തിൽ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് തന്നെ ആർട്ടിക്കിൾ 1 പ്രകാരം, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 പ്രകാരം ജമ്മു കശ്മീർ ഇന്ത്യയുടെ സംസ്ഥാനം തന്നെയാണ്, ഇന്ത്യയുടെ ഇൻ്റഗ്രൽ പാർട്ടാണ്, അവിഭാജ്യ ഘടകമാണ്. അതേസമയം ആർട്ടിക്കിൾ 370 പ്രകാരം കശ്മീരിന് ടെമ്പററിയായി, അതായത് താൽക്കാലികമായി ചില പ്രത്യേക പദവികൾ കൊടുക്കുന്നുണ്ട്. 1952 ഡൽഹി കരാറിനെ തുടർന്ന് 1954 മെയ് മാസം 14 ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പാസാക്കിയ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആപ്ലിക്കേഷൻ ടു ജമ്മു കശ്മീർ ഓർഡർ 1954 പ്രകാരം ആർട്ടിക്കിൾ 35A നിലവിൽ വരികയാണ്. അപ്പോൾ 1954 ആയ സമയത്തേക്ക് എന്ത് സംഭവിച്ചു? ആർട്ടിക്കിൾ 370 നിലവിലുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 35A നിലവിൽ വരികയാണ്. ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീരിന് ടെമ്പററിയായി ചില പ്രത്യേക അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. അതായത് ജമ്മു കാശ്മീരിന് പ്രത്യേകമായിട്ട് ഒരു പതാകയുണ്ട്, പ്രത്യേകമായി ഒരു ഭരണഘടനയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന എല്ലാ നിയമങ്ങളും ജമ്മു കാശ്മീരിന് ബാധകമല്ലായിരുന്നു. ഡിഫൻസ്, കമ്മ്യൂണിക്കേഷൻ, ഫോറിൻ അഫയേഴ്സ് തുടങ്ങിയ വിഷയങ്ങളിൽ മാത്രമാണ് ജമ്മു കശ്മീരിൽ നടപ്പിലാക്കാൻ പറ്റുന്ന നിയമം പാസ്സാക്കാനെല്ലാമുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിനുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക ആ സംസ്ഥാനം തന്നെയാണ്. അത്രത്തോളം പ്രത്യേകമായിട്ടുള്ള ഒരു പദവിയാണ് ആർട്ടിക്കിൾ 370 വഴി കാശ്മീരിന് ലഭിക്കുന്നത്. സമാന രീതിയിൽ ആർട്ടിക്കിൾ 35A പ്രകാരമാണ് ജമ്മു കശ്മീരിലെ പെർമനൻ്റ് റെസിഡൻറ്റ്, അതായത് അവിടുത്തെ പൗരൻ, ജമ്മു കശ്മീർ എന്ന് പറയുന്ന പ്രത്യേക ഭരണഘടനയുള്ള, പ്രത്യേക പതാകയുള്ള ആ സ്ഥലത്തെ പൗരൻ ആരാണെന്ന് തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം എഴുതപ്പെട്ടിട്ടുള്ളത്. എന്തിനാണ് ഇത്തരത്തിൽ ഒരു ഇന്ത്യൻ പൗരനെ ജമ്മു കശ്മീരിലെ പെർമനൻ്റ് റെസിഡൻ്റ് ആണോ അല്ലയോ എന്നെല്ലാം തീരുമാനിക്കുന്നത്? മുൻപ് പറഞ്ഞതുപോലെ ചില പ്രത്യേക അധികാരങ്ങളും ആനുകൂല്യങ്ങളുമെല്ലാം ഇവർക്കുണ്ടല്ലോ. ഉദാഹരണമായിട്ട് അവർക്ക് സർക്കാർ ജോലികളിൽ പ്രത്യേക സംവരണമുണ്ട്, പ്രത്യേക ധനസഹായത്തിന് അർഹതയുണ്ട്. അതുപോലെ ജമ്മു കശ്മീരിൽ ലാൻഡ് മേടിക്കാൻ സാധിക്കുക അവർക്ക് മാത്രമാണ്. പുറത്തു നിന്നുള്ള ആർക്കും തന്നെ, അല്ലെങ്കിൽ അവിടെ പെർമനൻ്റ് റെസിഡൻസി അവകാശമില്ലാത്ത ആർക്കും തന്നെ അവിടെ പോയി ലാൻഡ് മേടിക്കാൻ പറ്റുന്നതല്ല. ഇനി സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ കല്യാണം കഴിക്കേണ്ടത്, അതായത് അവരുടെ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കപ്പെട്ട് കല്യാണം കഴിക്കേണ്ടത് പോലും അവിടെയുള്ള ഒരാളെയാണ് എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. പുറത്തു നിന്നുള്ള ആളുകളെ കല്യാണം കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുട്ടികൾക്ക് അവരുടെ സ്വത്തുക്കളൊന്നും ലഭിക്കാത്ത രീതിയിലാണ് ആ നിയമങ്ങൾ എഴുതപ്പെട്ടത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജമ്മു കശ്മീരിനെ സ്വന്തമാക്കുക, അതായത് പൂർണ്ണമായിട്ടും സ്വന്തമാക്കുക എന്ന ആഗ്രഹം പാകിസ്ഥാന് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അവർ ആയുധങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു, തീവ്രവാദം കയറ്റുമതി ചെയ്തിരുന്നു, യുവാക്കളിൽ വലിയ രീതിയിലുള്ള സ്വാധീനം, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കശ്മീർ വാലിയിലെല്ലാം വലിയ സ്വാധീനം തന്നെ പാകിസ്ഥാൻ ചെലുത്തിയിരുന്നു.
1990 ആയ സമയത്ത് മറ്റൊരു കാര്യം സംഭവിച്ചു. ജമ്മു കശ്മീർ എന്ന സ്ഥലത്ത് ധാരാളം ഹിന്ദുക്കളുണ്ടായിരുന്നു, കശ്മീരി ഹിന്ദുക്കളായിട്ടുള്ള പണ്ഡിത്തുകൾ ഉണ്ടായിരുന്നു. ഈ പണ്ഡിത്തുകളിൽ ഏതാണ്ട് 1,40,000-ഓളം പേരിൽ 1,00,000-ഓളം ആളുകൾക്കും പലായനം ചെയ്യേണ്ട അവസ്ഥയാണ് വന്നു ചേരുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ലായിരുന്നു, അവർക്കെതിരെ അഴിച്ചുവിട്ട വർഗീയ കലാപമായിരുന്നു. അതുകൊണ്ട് തന്നെ പട്ടാളത്തിന് പ്രത്യേക അധികാര അവകാശങ്ങൾ കശ്മീരിൽ നൽകപ്പെടുകയാണ്. 1990 ഇത് സംഭവിക്കുന്നത്. അതിനുശേഷം ധാരാളം പട്ടാളത്തെ അവിടെ വിന്യസിക്കാനും അവർക്ക് പ്രത്യേക അധികാര അവകാശങ്ങളും കൊടുക്കാൻ ഇന്ത്യ തയ്യാറായി. വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു. ജമ്മു കാശ്മീരിൽ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. 1990 അവസാനത്തിൽ നമുക്കറിയാം കാർഗിലിൽ യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ആ യുദ്ധം നടത്തുന്നതും പാകിസ്ഥാൻ തോറ്റ് പരാജയപ്പെടുന്നതും കശ്മീരിൻ്റെ പേരിൽ തന്നെയായിരുന്നു. എന്താണെങ്കിലും 2015 ആയ സമയത്ത് അത്ഭുതപ്പെടുത്തിയ എല്ലാവരും ഞെട്ടിപ്പോയൊരു കാര്യം സംഭവിക്കുകയാണ്. BJPയും PDPയും സംയുക്തമായി കശ്മീരിലെ ഭരണം പിടിച്ചെടുക്കുകയാണ്. അതായത് BJP ഒരു കണക്കിന് അവിടെ അധികാരത്തിലേറി എന്ന് തന്നെ പറയാം. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ രണ്ടാശയധാരകളുമായി നടക്കുന്ന ആളുകൾ ഒരു പ്രത്യേക കാരണത്താൽ ഒന്നിച്ചുകൂടിയാൽ മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ബന്ധം 2018 ജൂൺ മാസമായപ്പോൾ തെറ്റിപ്പിരിയാണ്. ഇതേ സമയത്ത് തന്നെ നമുക്കറിയാം ജമ്മു കശ്മീരിലെ ഭരണഘടന അനുസരിച്ച് അവിടുത്തെ ഭരണം അസ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ഗവർണർക്ക് നിയന്ത്രണം ഏറ്റെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 2018 ജൂൺ മാസം ജമ്മു കശ്മീർ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 92 പ്രകാരം ഗവർണർ അധികാരം ഏറ്റെടുക്കുകയാണ്. 2018 ഡിസംബർ മാസമാകുമ്പോൾ ഇത് പ്രസിഡൻഷ്യൽ റൂളായിട്ട് മാറുന്നുണ്ട്. 2019 മെയ് മാസത്തിൽ മറ്റൊരു കാര്യം സംഭവിക്കുന്നു. നമുക്കറിയുന്നത് പോലെ നരേന്ദ്രമോദി സർക്കാർ രണ്ടാമതും അധികാരത്തിലെത്തുകയാണ്. ആർട്ടിക്കിൾ 370യും ആർട്ടിക്കിൾ 35A റദ്ദാക്കും എന്ന പ്രഖ്യാപനത്തോടെയാണ് അവർ അധികാരത്തിലെത്തുന്നത്. എന്നാൽ ഇത് റദ്ദാക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമാണോ? 1957 തന്നെ പിരിച്ചുവിട്ട കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അംഗീകാരത്തോടെ മാത്രമേ ഇത് റദ്ദാക്കാൻ പറ്റൂ. എന്നാൽ ഈ കാര്യവും നിയമവും പറയുന്നത് എവിടെയാണ്? 1954 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ, നമ്മുടെ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയുടെ ഓർഡറിൻ്റെ പുറത്താണ് ഈ കാര്യം പറയുന്നത്. 2019 ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആപ്ലിക്കേഷൻ ടു ജമ്മു ആൻഡ് കാശ്മീർ ഓർഡർ 2019 പുറത്തിറക്കുന്നു. ഇതോടെ ഓർഡർ 1954 അസാധുവായിട്ട് മാറുകയാണ്. അതുകൂടാതെ ഈ പുതിയ ഓർഡറിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന ഭാഗം മാറ്റി ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാക്കി മാറ്റുകയാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അംഗീകാരം വേണ്ട, പക്ഷേ ജമ്മു ആൻഡ് കാശ്മീരിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അംഗീകാരം വേണമല്ലോ. പക്ഷേ ആരാണ് അവിടെ ഭരിക്കുന്നത്? പ്രസിഡൻ്റാണ്. അപ്പോൾ ആ അംഗീകാരത്തിന് പ്രയാസമുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ 370-ാം അനുച്ഛേദവും 35Aയും റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നു. എന്നാൽ ഇത്രയും വലിയ തീരുമാനമെടുക്കുന്ന സമയത്ത് എന്താണെങ്കിലും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാവാൻ സാധ്യതയേറെയല്ലേ? പ്രത്യേകിച്ച് വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഒരു പക്ഷത്തുണ്ടാവാം, അല്ലെങ്കിൽ ഞങ്ങളോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിലെ ജനങ്ങൾ തന്നെ ഒരുപക്ഷെ സമരം ചെയ്തേക്കാം, ആക്രമണങ്ങൾ അഴിച്ചുവിട്ടേക്കാം. എന്നാൽ ആ സമയത്ത് ജനങ്ങളോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചിട്ടില്ല. അവിടെയുള്ള ഇൻ്റർനെറ്റ് കട്ടാക്കുകയാണ്. അവിടെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെയെല്ലാം വീട്ടുതടങ്കലിൽ പാർപ്പിക്കുകയാണ്. അതിനുശേഷമാണ് അവിടെ ഈ ഉത്തരവ് നടപ്പിലാക്കുന്നത്. പിന്നീട് കുറച്ച് കാലമെല്ലാം ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന കാര്യം നമ്മൾ പത്രത്തിലൂടെ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും. ഈ സംഭവത്തിന് ശേഷം ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു മാറ്റുകയാണ്. അതിനുശേഷം ജമ്മു ആൻഡ് കാശ്മീർ എന്നും ലഡാക്ക് എന്നും പേരുള്ള 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കി ആ മേഖലയെ പ്രഖ്യാപിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നടപ്പിലായപ്പോൾ എന്ത് സംഭവിച്ചു? ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പതാക ഇല്ലാതായി, പ്രത്യേക ഭരണഘടനയ്ക്ക് വിലയില്ലാതായി. അവിടങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ പതാകയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടു. അതുപോലെ അവിടെയുള്ള സ്ത്രീകൾക്ക് പുറത്തുള്ള പുരുഷന്മാരെ കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിക്കാം. കുട്ടികളുണ്ടായാലും അവിടെ സ്വത്തുക്കൾ ആ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന അവസരം വന്നു ചേരുകയാണ്. അതുപോലെ അവിടെയുള്ള സർക്കാർ ജോലികളിൽ ഇവർക്ക് മാത്രമായിട്ടുണ്ടായിരുന്ന പ്രത്യേക അവകാശങ്ങൾ, പ്രത്യേക ധനസഹായ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഇല്ലാതായിട്ട് മാറുകയാണ്. പക്ഷേ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുറത്തു നിന്നുള്ള ആളുകൾക്ക് അവിടെ ലാൻഡ് വാങ്ങാനും അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും ബിസിനസ് നടത്താനുമുള്ള അവസരം തുറന്നു കൊടുക്കപ്പെടുകയാണ്. പക്ഷേ അപ്പോഴും നമുക്ക് തോന്നും, എന്തിനാണ് ഇത്രത്തോളം കാലങ്ങൾ നിലനിന്ന ഒരു നിയമം ഇപ്പോൾ എടുത്തു മാറ്റിയത്, അല്ലെങ്കിൽ പ്രത്യേക പദവി എടുത്തു മാറ്റിയത്? എന്താണ് മോദിയും അമിത്ഷായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ കാരണം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞതാണ്. ആ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഏകദേശ തർജ്ജമ ഞാൻ പറയാം. ഇത് എൻ്റെ അഭിപ്രായങ്ങളല്ല. അമിത്ഷാ
ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ജമ്മു കാശ്മീരിൽ 42,000-ഓളം പേർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും പ്രശ്നമല്ല, മുസ്ലിം ജനസംഖ്യ കൂടിയ സ്ഥലം എന്നതാണ് പ്രശ്നമെങ്കിൽ നമ്മൾ ബീഹാർ നോക്കിയാലും UP നോക്കിയാലും ഗുജറാത്ത് നോക്കിയാലും ആസാം നോക്കിയാലും ജമ്മു കാശ്മീരിലുള്ളതിലും അധികം മുസ്ലിങ്ങളുണ്ട്. പക്ഷേ അവിടെ വിഘടനവാദവും തീവ്രവാദവും ഇല്ല. ഇനി പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നതാണ് പ്രശ്നമെങ്കിൽ ഗുജറാത്തും രാജസ്ഥാനും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. പക്ഷേ അവിടെയും ഇത്രത്തോളം വിഘടനവാദവും തീവ്രവാദവും ഇല്ല. ജമ്മു കാശ്മീരിൽ വിഘടനവാദവും തീവ്രവാദവും വളരാനുള്ള പ്രധാന കാരണം ആർട്ടിക്കിൾ 370 ആണ് എന്ന് കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് റിവോക്ക് ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം ദേശീയതയാണ്. ഹിന്ദുത്വയും ദേശീയതയും പലപ്പോഴും ഇലക്ഷനിലടക്കം ഒരു വിഷയമാക്കി മാറ്റാറുള്ള BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ഇന്ത്യയുടെ ശിരസാണ് കശ്മീർ. അപ്പോൾ കശ്മീരിൻ്റെ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും നമ്മുടേതാവണം. നമ്മുടെ ഭാഗമായിട്ട് കശ്മീരിനെ മാറ്റണമെങ്കിൽ 370-യും 35A-യും എല്ലാം റിവോക്ക് ചെയ്യണം എന്ന ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയവാദികളുടെ പിന്തുണയും രാജ്യത്തിന് ഗുണവും എന്ന കാര്യം അവർ മുന്നോട്ട് വെക്കുകയാണ്. ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത ഇലക്ഷനിലും അവർക്കതൊരു ബൂസ്റ്റായി തീരാൻ സാധ്യതയേറെയാണ്. മൂന്നാമത്തെ കാരണമാണ് വികസനം. കശ്മീരിലെ മാറിയ നിയമങ്ങൾ നമുക്കറിയുന്നത് പോലെ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അങ്ങോട്ട് ആകർഷിക്കുന്നതാണ്. അവിടെ കുറച്ചുകൂടെ പീസ്ഫുൾ ആയി കഴിഞ്ഞാൽ, യുവാക്കൾക്ക് കൂടുതൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള തീവ്രവാദ വിഘടനവാദ പ്രവർത്തനങ്ങൾ അവസാനിക്കുമെന്നും ഇന്ത്യക്ക് കൂടുതൽ സ്വാധീനം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മേഖലയെ വികസിപ്പിച്ചെടുത്ത് അവിടെയുള്ള ആർക്കെങ്കിലും ഇന്ത്യയോട് കൂറില്ല എങ്കിൽ കൂടുതൽ ഇന്ത്യയോട് കൂറുള്ള ആളുകളാക്കി മാറ്റാമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതുകൂടാതെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവിയുണ്ട്, അവർക്ക് പ്രത്യേക നിയമങ്ങളുണ്ട്, പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലെ പല ആളുകൾക്കും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുന്ന നിയമങ്ങളും നല്ല രീതിയിൽ ലഭിച്ചേക്കാവുന്ന ആനുകൂല്യങ്ങളിൽ പലതും അവിടെയുള്ള ആളുകൾക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ കശ്മീരിൽ നല്ലൊരു ആശുപത്രി ഉണ്ടാവണമെങ്കിൽ, നല്ലൊരു റിസർച്ച് സെൻറ്റർ ഉണ്ടാവണമെങ്കിൽ പുറത്തു നിന്ന് പഠിച്ചിട്ടുള്ള ആളുകളെല്ലാം അങ്ങോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ അവിടെ പോയാൽ അവിടെ രണ്ടാം തരം പൗരന്മാരാണ്. അവിടെ പെർമനൻ്റ് റെസിഡൻസി അവകാശമുള്ളവർക്കാണ് ആനുകൂല്യങ്ങൾ കൂടുതൽ. അപ്പോൾ അവിടേക്ക് പോവാൻ ആളുകൾ പലപ്പോഴും മടി കാണിക്കും. അപ്പോൾ ആ പ്രദേശത്ത് ഒരു വികസന മുരടിപ്പുണ്ടാവും. നാലാമത്തെ കാരണമാണ് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ, ചൈനീസ് ഒക്യുപ്പൈഡ് കാശ്മീർ എന്നീ മേഖലകൾ തിരിച്ചു പിടിക്കുക, ഇന്ത്യയുടെ അഭിമാനം രക്ഷിക്കുക. ഇത് അഭിമാന പ്രശ്നമായിട്ട് കാണേണ്ടതുണ്ടോ എന്നത് സ്റ്റേറ്റിൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്. എന്താണെങ്കിലും പാക് ഒക്യുപ്പൈഡ് കാശ്മീരും ചൈനീസ് ഒക്യുപ്പൈഡ് കാശ്മീരും നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന നമ്മുടെ നിയന്ത്രണത്തിലുള്ള മേഖലകളിലെ പരിപൂർണ അവകാശമെങ്കിലും ആദ്യം നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ മേഖലയിൽ പോലും നമുക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഇല്ല എങ്കിൽ എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളുടെ കയ്യിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റേതായ പ്രദേശങ്ങൾ പിടിച്ചടക്കാൻ നമുക്ക് സാധിക്കുക? ഈ ഒരു കാര്യത്തെ നാലാമത്തെ കാരണമായി വിലയിരുത്തുന്നുണ്ട്. എന്താണെങ്കിലും 4 വർഷം മുന്നേ നടപ്പിലാക്കിയ ഈ തീരുമാനങ്ങളെക്കുറിച്ചുള്ള സുപ്രീം കോടതി വിധി ഈ അടുത്ത് വന്ന സാഹചര്യത്തിലാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു കാര്യം 4 വർഷം മുന്നേ നടപ്പിലാക്കിയ സമയത്ത് ജനങ്ങളോട് ചോദിക്കാതെ അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ വീട്ടുതടങ്കലിൽ വെച്ച് ഇൻ്റർനെറ്റ് കട്ട് ചെയ്ത് ഇങ്ങനെയൊരു തീരുമാനം നടപ്പിലാക്കണോ എന്ന രീതിയിൽ നിരവധി ചർച്ചകൾ വന്നിരുന്നു, അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളും വന്നിരുന്നു. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിനെ പലപ്പോഴും വിമർശിച്ചിട്ടുള്ള പലരിൽ നിന്നും നല്ല അഭിപ്രായം ഈ ഒരു പദ്ധതിയെക്കുറിച്ച് കേൾക്കാനും ഇടയായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 2 പക്ഷങ്ങൾ നിലനിൽക്കുന്ന വിഷയമാണെങ്കിലും നമ്മുടെ പക്ഷം പരീക്ഷയ്ക്ക് എഴുതാനുള്ള പക്ഷമാണ്. അതിനെക്കുറിച്ചുള്ള അറിവുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെച്ചത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുകയാണ്. ഈ ഒരു കാര്യത്തോട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ അതോ പ്രതികൂലിക്കുകയാണോ ചെയ്യുന്നത് എന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ എന്താണെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.